ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു ചെറിയ റെസിപ്പി ആയിട്ടാണ്. അതിനായിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് പച്ചരി നമുക്ക് 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. 1 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക. കഴുകിയിട്ട് 3 വെള്ളം കഴുകി കളഞ്ഞ് 1 മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് തിരികെടുക്കാം. മണിക്കൂർ കഴിഞ്ഞ് അരി കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയിലോട്ടിട്ട് അരച്ചെടുക്കാം. മിക്സിയിലോട്ടിടുവാണ്. തേങ്ങ അരമുറി തേങ്ങ തിരികിയത് ഇതിലോട്ടിടാം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. അടച്ചിട്ട് മിക്സിയിൽ അടിച്ചെടുത്തോണ്ട് വരാം. അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കാം. പാത്രത്തിലോട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഇതിലോട്ട് ഉപ്പിടാം. ഇനി ഇളക്കി കൊടുക്കാം. ചെറിയ ജീരകം 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. ചതച്ച് ഇടികല്ലിലിട്ട് ചതച്ച് വേണം ഇട്ട് കൊടുക്കുക. അതിനായിട്ട് ഇടികല്ലെടുത്ത് വെച്ച് 1 സ്പൂൺ ചെറിയ ജീരകമാണേ. 1 സ്പൂൺ ചെറിയ ജീരകം ചതച്ചിട്ട് കൊടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് ചതച്ച് ഇട്ട് കൊടുക്കണം. ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ എടുത്ത് ഇളക്കി കൊടുക്കുക. 3 സ്പൂൺ എടുത്ത് ഇളക്കി കൊടുക്കുക. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ചെയ്യാം. പഴത്തിൻ്റെ പകുതി കട്ട് ചെയ്ത് എടുക്കുക. അതിനായിട്ട് ഞാനിവിടെ ഒരു ഏത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പകുതി നമുക്ക് എടുത്ത് കട്ട് ചെയ്ത് എടുക്കുക. കട്ട് ചെയ്ത് എടുക്കുക. പകുതി എടുത്താൽ മതി നമുക്ക്.
ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്കിനി അതിലോട്ട് ഇടാം. മാവിലോട്ട് ഇടാം. ഏത്തപ്പഴം മാവിലോട്ടിട്ട് ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. നെയ്യ് കുറച്ച് ഈ ബൗളിലോട്ട് രണ്ട് സ്പൂൺ തേങ്ങ തിരുകിയത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇത് ഇളക്കി കൊടുക്കുക. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുക, കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഇളക്കി കൊടുക്കുക. ഇതിലോട്ട് നമുക്ക് എണ്ണ തടവി കൊടുത്തിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ മാവ് നമുക്കതിലോട്ട് ഒഴിക്കാം. രാവിലെ കഴിക്കാനുള്ള സിമ്പിൾ റെസിപ്പിയാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അടച്ചു കൊടുക്കാം. തുറന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. നമുക്കിനി എടുത്ത് വാഴയിലോട്ട് വയ്ക്കാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു റെസിപ്പിയാണ്, സിമ്പിൾ റെസിപ്പി. എണ്ണ തടവി കൊടുക്കാം. രണ്ട് സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം. അടച്ചു കൊടുക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അടപ്പെടുക്കാം. വെന്തിട്ടുണ്ട്. എടുക്കാം. നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരും ഇത് ശ്രമിച്ച് നോക്കി ഉണ്ടാക്കി കഴിച്ചിട്ട് ഗുഡെന്ന് പറയണം. ഞാൻ എൻ്റെ ചെറുകുട്ടിക്ക് കൊടുക്കുകയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചെറുകുട്ടി പറയും. ടേസ്റ്റ് ചെയ്ത് നോക്കോളെ. ടേസ്റ്റ് നല്ല കണക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. ഹലോ, ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങളൊക്കെ ഇതേപോലെ കഴിച്ചിട്ടില്ലാത്തവർ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണം. സൂപ്പർ ടേസ്റ്റ്. സൂപ്പർ. താങ്ക് യു. കുട്ടി ടേസ്റ്റ് ചെയ്ത് നോക്കി പറഞ്ഞു. ഇനി ഞാനും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയട്ടെ. വെറുതെ പറയുമല്ല, ചെറുകുട്ടി പറഞ്ഞ കണക്ക് നല്ല ടേസ്റ്റുണ്ട്. ഏത്തപ്പഴവും ജീരകവും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും തേങ്ങയും എല്ലാം കൂടെ കടിക്കാൻ കിട്ടിയപ്പോൾ എന്താ ടേസ്റ്റ് എന്നറിയോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം. നല്ല ടേസ്റ്റ്. ഇതിനൊരു കറിയോ ഒന്നും വേണ്ട. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. സിമ്പിൾ റെസിപ്പി. താങ്ക് യു.